ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചാന്മാരെ നമ്മൾ FF ഫുട്ബോൾ ഇവൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ല പ്രഡിക്ഷൻ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റുമായി നമുക്ക് മെയിൻ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ S26 ആട്ടോ. പിന്നെ പറയും വേണ്ട ഒരു അടിപൊളി ഫോൺ കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള റിവാർഡ്സും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും റിവാർഡ്സും കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇവൻ്റ് പ്ലേ ചെയ്തുകൊണ്ട് റിവാർഡ്സ് എടുക്കുക, അത് തന്നെ എങ്ങനെ പോയിന്റ് എടുക്കുക എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇവൻ്റ് നമുക്ക് ഫുട്ബോൾ ഇവൻ്റ്, നമ്മുടെ ഫ്രീ ഫയർ ഫുട്ബോൾ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ കുറേ ദിവസം മുമ്പ് ചെയ്യേണ്ട വീഡിയോ ഒന്നും ഈ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇവൻ്റ് പ്ലേ ചെയ്താലും നിങ്ങൾക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, മാക്സിമം കറക്റ്റ് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഇവൻ്റ് പ്ലേ ചെയ്യാണ്ട് നമ്മൾ അധികം ബുദ്ധിമുട്ടൊന്നുണ്ട്, ജസ്റ്റ് നമ്മൾ ടീമിനെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ഷെഡ്യൂൾ ഉണ്ടല്ലോ, നമ്മൾ വേൾഡ് കപ്പിൻ്റെ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ശരിക്കുള്ള മാച്ചുകളില്ല. അപ്പോൾ അത് തന്നെ കരുതിൽ കാണാൻ പറ്റും. അതിൽ ആര് ജയിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താൽ മതി, നമ്മൾ ഗസ് ചെയ്താൽ മതി. അങ്ങനെ ഇവൻ്റ് ഓപ്പൺ ചെയ്യാണ്ട് നമ്മൾ മെയിൻ ഇവൻ്റ് ഓപ്പൺ ചെയ്യുക, അതിൽ നമുക്ക് പിക്കിങ് കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോ സ്ലോ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ 4 ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ, പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി മാച്ച് ഡേ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2 തെറ്റാണ്, പക്ഷേ 2 കറക്റ്റും ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് അറിയില്ല ടീമിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ പ്രെഡിക്റ്റ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അറിയുന്ന ആൾക്കാർ, നിങ്ങളൊരു ഫുട്ബോൾ എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ഗസ് ചെയ്താലും മതി കേട്ടോ. നിങ്ങളുടെ ടീമിനെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ശരിയായത് മെക്സിക്കോൻ്റെയും അതുതന്നെ കൊറിയൻ റിപ്പബ്ലിക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയാണ് സെലക്ട് ആയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഏത് ജയിക്കുന്ന ടീം സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തെറ്റാണെങ്കിൽ നമുക്ക് പോയിന്റ് ഉണ്ടാവില്ല, ജയിക്കാൻ നമുക്ക് പോയിന്റ് കിട്ടും. പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റിവാർഡ്സ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ റിവാർഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, കാര്യമായിട്ടുള്ള റിവാർഡ്സ് ഒന്നും പറയല്ല. അന്ന് നമ്മൾ ഇവൻറ്റിൽ പ്ലേ ചെയ്യാണ്, ജസ്റ്റ് പങ്കെടുത്താൽ മതി. ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ചെയ്താൽ തന്നെ നമുക്ക് ഗോൾഡ് റോൾ വോച്ചറിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 2 ലക്ക് റോൾ വോച്ചർ, അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് 5% വരികയാണെങ്കിൽ നമുക്കൊരു കിഡിലെ നല്ല ടൈറ്റിൽ കാർഡും കിട്ടുന്നുണ്ട് കേട്ടോ. 5% വരില്ല, നമുക്ക് ലീഡർ ബോളിൽ 5%ലേക്ക് വരുന്നു. ഇപ്പം നല്ല സ്കോറും കാലൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫോണാണ് അതിൽ ഏറ്റവും ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നു കേട്ടോ. ഇപ്പോൾ ഫോൺ കിട്ടാൻ പോകുന്ന നോക്കുക, നമ്മളെ S26 ആണ്. പറയണ്ടല്ലോ, സാംസങ് S26 ആണ് കിട്ടാവുന്നത്. ലേറ്റസ്റ്റ് മോഡലാണ്, പറയണ്ട. വേറെ ലെവൽ ഫോൺ തന്നെ കേട്ടോ. കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഗെയിമേഴ്സിന് നല്ല ഹാപ്പി തന്നെ ആവും. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം പ്ലേ ചെയ്യാൻ നോക്കുക. ലക്കുള്ളവർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് തന്നെ പ്രഡിക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ഫൈനൽ വരെ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ ഖത്തർ സെലക്ട് ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡും ഖത്തറും തമ്മിൽ മാച്ച് നമുക്ക് വരാൻ പോകുന്നത് രാത്രി. അതുപോലെ തന്നെ ബ്രസീൽ ആൻഡ് മൊറോക്കോ 2, അതിലും ബ്രസീൽ സെലക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് സ്കോട്ട്ലാൻഡ് ആൻഡ് ഹൈറ്റിയോ. അങ്ങനെ നിങ്ങൾ ഫൈനൽ വരെയുള്ള ഷെഡ്യൂൾ ഫുള്ള് സെലക്ട് ചെയ്ത് പോകും. മാച്ച് റിസൾട്ട് ഫുള്ള് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തത്, എത്ര പെർസെൻറ്റേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്നില്ല. നമുക്ക് മാച്ച് സ്റ്റാർട്ട് ആവുന്ന വരെ ടൈം ഉണ്ട് ഏകദേശം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ടീം നമ്മളെ സെലക്ട് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. നമ്മളിനി എത്രയൊക്കെ വലിയ വലിയ ബിഗ് ടീം സെലക്ട് ചെയ്തെങ്കിൽ പോലും ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നല്ല ടീം, നല്ല ബിഗ് ടീം നോക്കിയോടെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ കളി അറിയുന്ന ആൾക്കാരുണ്ടാവും എങ്കിൽ പോലും നമുക്ക് ഫിഫ വേൾഡ് കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമുക്ക് കളി ഫുള്ള് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പറയുന്നൊരു 50-50 ചാൻസാണ് പറയുന്നത്. ഞാൻ വലിയ ടീം നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് അവന്മാരെ കളി എനിക്ക് ഏറെക്കുറാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത മാതിരി നോക്കണം. നിങ്ങൾക്ക് അറിയില്ല, ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത മാതിരി സെലക്ട് ചെയ്താൽ മതി. മാക്സിമം ശരിയാവാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പം നല്ല പോയിന്റ് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് S26 ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും വലിയ കോമഡി നോക്കുകയാണെങ്കിൽ എത്ര പ്ലേയേഴ്സിനാണ് S26 കൊടുക്കാൻ പോകുന്നത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കോടിക്കണക്കിന് പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു സർവറാണ്. എന്നിട്ട് ഒരു S26 ഒക്കെയാണ് കൊടുക്കാൻ പോകുന്നു തോന്നുന്നുണ്ട്. അതൊന്നും നോക്കുകയാണെങ്കിൽ ലക്കി ഡ്രോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ടോപ്പ് ലീഡർ ബോൾ നിൽക്കുന്ന കുറച്ച് പ്ലേയേഴ്സിനെ ലക്കി ഡ്രോ ആയി ഒരു പ്ലേയേഴ്സിന് കൊടുക്കുന്നൊരു മെത്തേഡ് ആവും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ട കാരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വാർട്ടർ ഫൈനലാണ് കേട്ടോ. അപ്പോൾ 8 ടീമിന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ കയറേണ്ട 8 ടീമിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബിഗ്ഗായിട്ട്, അപ്പോൾ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടും അതുപോലെ ഏറ്റവും വലിയ ടീമായിട്ട് അടിപൊളി പ്ലേ ചെയ്യുന്നതായിട്ടുള്ള
ഒരു 8 ടീമിനോട് സെലക്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങൾ ക്വാർട്ടർ ഫൈനലോ കളിക്കാൻ പറ്റുന്ന ഒരു കെൽപ്പൊക്കെ ഉള്ള ടീമിനെ സെലക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ മെക്സിക്കോ ഖത്തറൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിയിക്ക് നോക്കാൻ നല്ല ടീമുകൾ അടിയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ നോക്കുക. ഞാൻ എന്തായാലും ഖത്തറും അതുപോലെ തന്നെ മറ്റുള്ള ടീമൊക്കെ ഒഴിവായിക്കൊണ്ട് ബിഗ് ആയ ടീമുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഈ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് വിചാരിച്ചുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ സെലക്ട് ചെയ്തുള്ളത് നോക്കുക, ഫ്രാൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ജർമ്മനി, അതുപോലെ തന്നെ നെതർലാൻഡ്, പോർച്ചുഗൽ, അർജൻറ്റീന, അതുപോലെ തന്നെ നമ്മളെ ബ്രസീൽ, അങ്ങനെയൊക്കെ ടോപ്പായ ടീമുകളാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവന്മാരൊക്കെ മാക്സിമം ക്വാർട്ടർ ഫൈനൽ എന്തായാലും കയറുന്നുള്ള കാലത്ത് യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സെമി ഫൈനൽ സെലക്ട് ചെയ്യാനാട്ടോ. അപ്പോൾ സെമി ഫൈനൽ നോക്കുകയാണെങ്കിൽ ബ്രസീൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ജർമ്മനി, അതുപോലെ തന്നെ അർജൻറ്റീന, അതുപോലെ തന്നെ പോർച്ചുഗൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഈ ഓറഞ്ച് കളർ ബട്ടൺ ഉണ്ടല്ലോ, അത് ഞെക്കണം, എങ്കിൽ മാത്രമേ സബ്മിറ്റ് ആവാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫൈനൽ സെലക്ട് ചെയ്യാൻ പറയുന്നത്, ഞാൻ ഫൈനൽ കൊടുക്കുന്നത് പോർച്ചുഗൽ ആൻഡ് അർജൻറ്റീന കേട്ടോ. നല്ലൊരു മാച്ച് ഇങ്ങനെ വരാണെങ്കിൽ നല്ലൊരു മാച്ച് കാണാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ വിന്നായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ പോർച്ചുഗലാട്ടോ. ഓക്കെ, അപ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ ഏത് പ്രഡിക്ഷനാണ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. ആരെ ഫൈനലായിട്ട് വിജയിപ്പിച്ച് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ നോക്കുക. അധികം റിവാർഡ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ടൈറ്റിൽ കാർഡോ അല്ലെങ്കിൽ നമുക്ക് ലെക്രോ വൗച്ചറേലും കിട്ടും. ഓക്കെ, നിങ്ങളൊരു ഫുട്ബോൾ ഫാനൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.